ഗവർണറായിരുന്ന കാലത്ത് ഇവിടെ ഉണ്ടാക്കിയൊരു പഴയ കോട്ടയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രനായിരുന്നു. ആയിഷ ബീവിന്റെ ജ്യേഷ്ഠത്തി അസ്മാ ബീവിന്റെ മകനായിരുന്നു. അതവിടെ ഇസ്മുൽ മഷ്റൂഖ് ഖുസൂർ ഉർവത്ത് ബിൻ സുബൈർ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പൊ മൂപ്പർ 1300 വർഷം മുമ്പ് മദീന ഭരിച്ചിരുന്ന മദീനയിലെ ഗവർണറായിരുന്നു. അപ്പൊ അന്ന് കാലത്ത് മൂപ്പർ ഉണ്ടാക്കിയൊരു പഴയ കോട്ടയാണ്. അപ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൾ അസ്മാ ബീവിയുടെയും മകനാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സഹോദരനാണ്, മറ്റു സഹോദരനാണ്. അപ്പൊ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹിജ്റ വന്നതിന് ശേഷം മുഹാജിരീങ്ങൾക്ക് ആദ്യമായി ഉണ്ടായ കുട്ടിയാണ്. പക്ഷേ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ മൂപ്പർ താബികളിൽപ്പെട്ട ആളാണ്. താബികളിൽ സ്വഹാബിയല്ല, താബികളിൽപ്പെട്ട ആളാണ്. താബികളിൽ ഒന്നാം കാലഘട്ടക്കാരനാണ്. ആയിഷ ബീവിന്റെ കാലത്ത് ജീവിച്ചാലാണ്. അപ്പൊ ആയിഷ ബീവി മൂപ്പർ അളയമാണ്. കണ്ട പഴയ കോട്ടന്റെ കരിങ്കൽ കെട്ടുകൾ വാങ്ങലൊക്കെ കണ്ട. അപ്പൊ ഇവിടെ ഇപ്പൊ അവിടെ ഒരു മ്യൂസിയം ഒക്കെ കെട്ടിണ്ടാക്കിയിട്ട് ഒരു ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആക്കേണ്ട പരിപാടി ഉണ്ട്. ഇവിടെ ഒരു പാർക്ക് മാതിരിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ സംഭവം ആക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി നടക്കാണ്. പണി പൂർത്തിയാലും ഇൻഷാ അല്ലാഹ് അവിടെ കയറാൻ പറ്റും. ഇനിയും വരാനും കാണാനും കയറാനൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മൂപ്പർ അളയമയാണ് കേട്ടാ, ഉമ്മാന്റെ അഞ്ചത്തി. ആയിഷ ബീവിക്ക് ഈ കോട്ടയിൽ ഒരു സൽക്കാരം കൊടുത്തിരുന്നു. ആയിഷ ബീവി കോട്ടയിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സൽക്കാരത്തിന് വേണ്ടി വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഭക്ഷണങ്ങളൊക്കെ കണ്ട് കരയാണ്. അപ്പൊ എന്താണ് അളയമ കരയണമെന്ന് വെച്ചു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഈ ഭക്ഷണങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടമാണ് ഓർമ്മ വന്നത്. നബി തങ്ങളുടെ കാലത്ത് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, പട്ടിണിയായിരുന്നു, ക്ഷാമായിരുന്നു. ഇതുപോലെ ഉമികളഞ്ഞ് ഗോതമ്പ് കൊണ്ടുള്ള ഖുബ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളെല്ലാം കണ്ടെടുക്കാറില്ല അല്ലെ, ഉമി തന്നെയല്ലേ നമ്മൾ പറയല്. ഗോതമ്പത്തിന്റെ തൊലിക്ക് ഇത്രയും വേസ്റ്റ് പോകൂലേ. അതുകൊണ്ട് ഉമി കളയാതെ ഉമയോട് കൂടിയായിരുന്നു ഖുബ്സുകൾ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ പിന്നീട് ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവിക്ക് ഉമിയൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു ഖുബ്സ് ഉണ്ടാക്കി കിട്ടിയപ്പോ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ സംഭവം നടന്നതൊക്കെ ഇവിടെ കോട്ടയിൽ വെച്ചായിരുന്നു കേട്ടോ. ആയിഷ ബീവി ആ കോട്ടയിൽ താമസിച്ചിട്ടുണ്ട്. ആയിഷ ബീവിന്റെ ജ്യേഷ്ഠത്തി അസ്മാ ബീവിന്റെ മകനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇവരുണ്ടാക്കിയ കോട്ടയാണത്.